അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ട ഒരു ക്ലിപ്പുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികളെ തട്ടമഴിപ്പിക്കാൻ നമ്മുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക്, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു എന്ന ആശയത്തിലുള്ള ഒരു സംസാരം. ഇപ്പോൾ നമ്മളൊക്കെ ഈ കാലം വരെ വിചാരിച്ചിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം പെൺകുട്ടികളിൽ വരുന്ന വേഷത്തിൽ വരുന്ന വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, അത് സത്യത്തിൽ എന്താണ്, ലോകത്തെല്ലായിടത്തും വേഷങ്ങളിൽ വരുന്നൊരു ട്രെൻഡ് ഉണ്ടല്ലോ. അത് ഈ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ഒരേ ബ്രാൻഡായി വരണം ലോകത്ത് മുഴുവനും. ഓരോ ബ്രാൻഡുകളും ലോക ബ്രാൻഡുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതേ ഔട്ട്ലെറ്റുകൾ നമ്മുടെ നാടുകളിൽ വരുന്നു, അതേ കാഴ്ചകൾ നമ്മുടെ കുട്ടികൾ കാണുമ്പോൾ സ്വാഭാവികമായും ആ അനുകരണത്തിലൂടെ ലോകത്തെല്ലായിടത്തും ഒരേ വേഷമായി മാറുന്നു എന്നതായിരുന്നു സത്യത്തിൽ വിചാരിച്ച് വെച്ചിരുന്നൊരു കാര്യം. പക്ഷേ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബോധപൂർവം പെൺകുട്ടികളുടെ തട്ടമഴിക്കാനും അതേപോലെ തന്നെ അവരെ കൊണ്ട് പാൻസ് ഇടിക്കാനും അവിടെ ഹിജാബുകൾ ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നത് ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചില സന്ദർഭങ്ങളിൽ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിതാക്കളും നമ്മുടെ പെൺകുട്ടികളുമൊക്കെ അറിയേണ്ടത് ഒരു ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ചില നമുക്ക് വിശ്വസിക്കാവുന്ന ചില പുതിയ വാദങ്ങളും പുതിയ ആശയങ്ങളും ഉണ്ടാക്കി ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നും അത് നിരന്തരമായി വിലയിരുത്തുകയും എത്ര കണ്ട് സ്കൂളിലും കോളേജുകളിലൊക്കെ ഇത്തരം ലിബറലായിട്ടുള്ള ചിന്തകളും വേഷവിധാനങ്ങളും ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്കും കുട്ടികൾ മാറുന്നു എന്ന് നിരീക്ഷിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ആ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു കാര്യം നമുക്കറിയാം, ഇസ്ലാം ഒരു പ്രകൃതി മതമാണ്. മനുഷ്യൻ്റെ എല്ലാ സുരക്ഷയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരനുഗ്രഹം എന്ന നിലക്ക് അള്ളാഹു തന്നതാണ് ഈ മതം. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് എല്ലാ നിലക്കും ഇഹലോകത്ത് സുരക്ഷിതത്വം കിട്ടാനും പരലോകത്ത് സ്വർഗം കിട്ടാനുമുള്ള ഒരനുഗ്രഹമായിട്ടാണ് അള്ളാഹു ഈ ദീനിനെ ഒരു നിഅമത്തായിട്ട് റഹ്മത്തായിട്ടാണ് അള്ളാഹു ഈ ദീനെ തന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ഏറ്റവും വിവാദമായി നിൽക്കുന്ന ഒരു കാര്യമാണെന്ത്, ഒരു സിനിമാ നടി അവരുടെ അസോസിയേഷൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അവിടേക്ക് പർദ്ദരിച്ച് ചെന്നു എന്നുള്ളത്. അതിൻ്റെ എല്ലാ കാഴ്ചകളും ചിത്രങ്ങളുമൊക്കെ പത്രമാധ്യമങ്ങളിൽ ഏറ്റവും സജീവമായ ചർച്ച നിലനിൽക്കുന്നൊരു സന്ദർഭമാണത്. അപ്പോൾ അവരതിന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സിനിമാ സൈറ്റുകളെന്നും സിനിമാ പ്രവർത്തകന്മാരെന്നും ഉണ്ടായ പീഡനാനുഭവങ്ങൾക്കെതിരെ ഞാൻ പ്രതികരിച്ചിട്ടും കേസ് കൊടുത്തിട്ടും ഒന്നും അതിനൊരു ഫലവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവർ തന്നെ ഇത്തരം അസോസിയേഷൻ്റെ ഭാരവാഹികളായിട്ടും അതിന് നേതാക്കളായിട്ടും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി വീണ്ടും അവർ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു. അപ്പോൾ സ്ത്രീകൾക്കിടെ മാന്യമായി പെരുമാറാത്ത, അവരെ തുറിച്ചു നോക്കുന്ന ആളുകൾ വീണ്ടും ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ വരുന്നതിനോടുള്ള പ്രതിഷേധവും, അതേപോലെ തന്നെ ഇത്തരം ആളുകൾ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന അവിഹിതമായി സ്ത്രീകളെ ദ്രോഹിക്കുന്ന ആളുകൾക്കിടയിൽ വരുമ്പോൾ സുരക്ഷിതത്തിന് ഏറ്റവും നല്ലത് ഈ പർദ്ദയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് ധരിച്ചു വന്നത് എന്ന് അവർ പറയുന്നുണ്ട്. സത്യത്തിൽ വലിയൊരു യാഥാർത്ഥ്യം അതിലില്ലേ? അതായത് വളരെ വസ്തുതാപരമായി ഒരു സ്ത്രീ മനസ്സ് തട്ട് പറയുകയാണെങ്കിൽ ഈ പുറത്തിറങ്ങുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്ര വലുതാണെന്നുള്ളത് അവരെന്താണ് ഉൾക്കൊള്ളാത്തത്? ആ സത്യം എന്താണ് മറ്റുള്ളവർക്ക് മുമ്പിൽ പറയാത്തത്? അതായത് ഒരു ബസ് സ്റ്റോപ്പിൽ, ഒരു ബസ് സ്റ്റാൻഡിൽ, അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ, എവിടെ ഇരിക്കുകയാണെങ്കിലും അവിടെ നമുക്കൊരു ഫ്രീഡം, സ്വതന്ത്രമായി ഒന്ന് ശരീരം ഒന്ന് ചലിക്കാനോ ഒന്ന് ഇളകാനോ ഒന്ന് എഴുന്നേൽക്കാനോ ഒന്ന് ഇരിക്കാനോ ഒന്നും പറ്റില്ല. മറ്റുള്ളവരുടെ അതിതീക്ഷ്ണമായ നോട്ടങ്ങൾക്ക് മുന്നിൽ എന്താണ് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എത്ര ഭയാനകമാണ്. സത്യത്തിൽ അങ്ങനെ സൂക്ഷിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ നിയമപരമായി തന്നെ തെറ്റാണ്. ഒരു സ്ത്രീയെ അങ്ങനെ നോക്കുക എന്ന് പറഞ്ഞാൽ നിയമപരമായി നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് തന്നെ തെറ്റായൊരു കാര്യമാണത്. അപ്പോൾ ഇതിന് ഉള്ളൊരു പരിഹാര മാർഗം എന്താണെന്ന് ആലോചിക്കുമ്പോൾ എന്താണ്, അങ്ങനെ നോക്കുന്ന ആളുകളെ കെട്ടിടുക എന്നല്ല. പേ പിടിച്ചു കഴിഞ്ഞാൽ
പേനായെ നശിപ്പിക്കുക എന്നല്ലാതെ മനുഷ്യന്മാരെ മുഴുവനും പിടിച്ച് കെട്ടിടാൻ പറ്റുമോ എന്നൊക്കെ ആളുകൾ പരിഹാസപൂർവ്വം ചോദിക്കാറുണ്ട്. സത്യത്തിൽ അവിടെ നമുക്ക് സംഭവിക്കുക, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടത് നമ്മൾ ചെയ്യണമല്ലോ, അത് പ്രധാന കാര്യമല്ലേ. അപ്പോഴാണ് അല്ലാ യുദയിൻ, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ നല്ലത് ഇസ്ലാമികമായി വേഷമാണെന്ന്. ഇസ്ലാമിക വേഷം, ഒരു അയഞ്ഞ വസ്ത്രം, ദേഹത്ത് മൂടിക്കിടക്കുന്ന ഒരു ഗൗൺ പോലുള്ളൊരു വസ്ത്രം, എന്ത് വസ്ത്രം ഒരു സ്ത്രീ ധരിച്ചാലും അതിൻ്റെ മുകളിൽ ധരിക്കണം എന്നാണ്. അപ്പോൾ ഒരു സ്ത്രീ പിന്നെ ഉള്ളിൽ പാൻസ് ധരിക്കുന്നതിന്, ഉള്ളിൽ അടിവസ്ത്രം എന്താവുന്നതിനും ഇസ്ലാം ഒരു വിലക്കും കൽപ്പിച്ചിട്ടില്ല. പക്ഷേ ആ അടിവസ്ത്രങ്ങളല്ല കാണേണ്ടത്, അതിൻ്റെ മുകളിൽ എല്ലാം മൂടിക്കിടക്കുന്ന ജിൽബാബ്, ഒരു മൂടുവസ്ത്രം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ ബോധപൂർവം നമ്മുടെ വേഷവിധാനങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നതും, സത്യസന്ധമായി പറഞ്ഞാൽ സുരക്ഷിതത്തിന് ഏറ്റവും നല്ലത് ഈ വസ്ത്രമാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും, വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ആൺപെൺ വ്യത്യാസമില്ലാത്ത ഈ വേഷവിധാനങ്ങളുടെ മാറ്റങ്ങളെ നമ്മൾ കാണുകയും നമ്മുടെ വീടുകളിലെങ്കിലും ഇത്തരം അനിസ്ലാമിക വസ്ത്രങ്ങളെ അനുവദിക്കാതിരിക്കുകയും അതിൻ്റെ യഥാർത്ഥമായ കാരണം നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട അനിവാര്യതയുണ്ട്. ഇസ്ലാമിക ചിട്ടകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ.